നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയം ഭരണവിരുദ്ധ വികാരവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള തിരിച്ചടിയുമെന്ന് കർഷക സംഘടനാ പ്രതിനിധികൾ. വനം റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ആവർത്തിക്കുമെന്ന് കർഷക സംഘടനാ പ്രതിനിധി റസാഖ് ചൂരവേലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന പ്രവണതയിൽ നിന്നും വനം വകുപ്പ് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഉത്തരവ് മറികടക്കാൻ വനം വകുപ്പ് ശ്രമം നടത്തിയാൽ അതിനെതിരെ ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അതിജീവന പോരാട്ടവേദി നേതൃത്വം. അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പനയിൽ പ്രവർത്തനയോഗ്യമല്ലാത്ത അംഗനവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. നഗരസഭാ പരിധിയിൽ ഇപ്പോഴും 6 അംഗനവാടികൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നെടുങ്കണ്ടം തേവാരംമെട്ട് പ്രദേശത്ത്. വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ചിടുന്നത് അപകടങ്ങൾക്കുമിടയാക്കും. വിശദമായ വാർത്തകൾ. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയം ഭരണവിരുദ്ധ വികാരവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള തിരിച്ചടിയുമാണെന്ന് കർഷക സംഘടനാ പ്രതിനിധികൾ. ഭൂപ്രശ്നങ്ങളിൽ CPIക്കെതിരെ വിമർശനം ഉന്നയിച്ച് CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച 4 മണ്ഡലങ്ങളിലും കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷക ഉച്ചകോടി നടത്തിയിരുന്നു. വനം റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ആവർത്തിക്കുമെന്ന് കർഷക സംഘടനാ പ്രതിനിധി റസാഖ് ചൂരവേലിയിൽ പ്രതികരിച്ചു. ഇലക്ഷനിൽ വലിയ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സംസ്ഥാന ഇലക്ഷനെ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിൽ തന്നെ പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ, റവന്യൂ വനം വകുപ്പുകൾ നടത്തിയിട്ടുള്ള മനുഷ്യവേട്ട, ഇതെല്ലാം സമൂഹത്തിൽ വ്യാപകമായി ചർച്ചയാകുകയും അത് കർഷകരെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കർഷക സംഘടനകൾ ഈ കഴിഞ്ഞ നാളുകളിൽ സംസ്ഥാനത്തൊട്ടാകെ CPI വിഭാഗത്തെ തോൽപ്പിക്കുന്നതിന് 4 മണ്ഡലങ്ങൾ തോൽപ്പിക്കുന്നതിന് നടത്തിയ ഉച്ചകോടികളും പ്രചരണങ്ങളും ഈ കാര്യത്തിൽ സ്വാധീനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിർമ്മാണ നിരോധനമടക്കം, ഇടുക്കിയിൽ നിർമ്മാണ നിരോധനമടക്കം നടത്തിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, വനവൽക്കരണം, കുടിയിറക്കൽ ഭീഷണി തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഇടുക്കിയിലെ റിസൾട്ടിനെയും ഗുരുതരമായി ബാധിച്ചു എന്നതിന് തെളിവാണ് കഴിഞ്ഞ 2019 ഇലക്ഷനിൽ 1.25 ലക്ഷം വോട്ടിന് ഡീൻ കുര്യാക്കോസ് ജയിക്കുമ്പോൾ 3.25 ലക്ഷം വോട്ട് നേടിയ ജോയിസ് ജോർജിന് ഇത്തവണ 77,000 വോട്ടിന്റെ കുറവ് LDF വോട്ടർമാരിൽ നിന്ന് മാത്രം അനുഭവപ്പെട്ടു എന്നതാണ് ഇതിന് തെളിവായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ നടപടിക്കുള്ള നല്ല അവസരം ഇടതുപക്ഷത്തിനുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷം വസ്തുതകളിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ള തിരുത്തലുകൾക്ക് തയ്യാറാവണം. അല്ലാത്ത പക്ഷം വരാൻ പോകുന്ന പഞ്ചായത്തും നിയമസഭയും അതിഗുരുതരമായ സാഹചര്യത്തെയായിരിക്കും നേരിടേണ്ടി വരിക എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന പ്രവണതയിൽ നിന്നും വനം വകുപ്പ് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ. കോടതി വിധിയോടെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിയിരിക്കുന്നു. എന്നാൽ വനം വകുപ്പ് ഇക്കാര്യത്തിൽ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുമോ എന്ന സംശയം തങ്ങൾക്കുണ്ടെന്നും സണ്ണി പൈമ്പള്ളിൽ അടിമാലിയിൽ പറഞ്ഞു. അവിടെ വനം വകുപ്പിന്റെ ഈ റോഡ് വികസനത്തിൽ യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കുന്നതിന് അവകാശമില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും വനം വകുപ്പും ഗവൺമെന്റും ഇതിന്റെ പുറകെ അപ്പീലുമായി പോയി കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ റോഡിന്റെ വികസനത്തിന് നിരുപാധികം സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെന്റ് ആഗ്രഹിച്ചിട്ട് പോലും വനം വകുപ്പാണ് ഇതിന് നിരന്തരമായി തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ കോടതി വിധിയോടുകൂടി അവിടെ റോഡ് നിർമ്മിക്കുന്നതിനുള്ള സകല തടസ്സങ്ങളും മാറിയിരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നത് വനം വകുപ്പ് വീണ്ടും തടസ്സവാദങ്ങളുമായി അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുമോ എന്ന് ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ
നമ്മുടെ ദേവികുളം MLA-യും മണിയാശാൻ അടക്കമുള്ള ഭരണപക്ഷത്തുള്ള മുഴുവൻ ആളുകളും ഗവൺമെന്റിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഒരു കാരണവശാലും ഈ കേസിൽ അപ്പീൽ പോകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഉത്തരവ് മറികടക്കാൻ വനം വകുപ്പ് ശ്രമം നടത്തിയാൽ അതിനെതിരെ ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുന്നുണ്ട്. അത്തരമൊരു നീക്കമുണ്ടായാൽ അതിൽ ഗൗരവകരമായ ഇടപെടൽ നടത്തണമെന്നും റസാഖ് ചൂരവേലിൽ അടിമാലിയിൽ പറഞ്ഞു. ഉണ്ടായിട്ടുള്ള ഹൈക്കോടതി വിധി അട്ടിമറിക്കാനുള്ള വ്യാപകമായ ശ്രമം ഫോറസ്റ്റിന്റെ ഭാഗത്തുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഈ കാര്യത്തിൽ ജില്ലയിലെ ഭരണകക്ഷിയുടെ അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും പ്രതിപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച് ഇത്തരം ചില നീക്കങ്ങളെ തടയാൻ ഗൗരവമായി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയം അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകുന്ന സ്ഥിതിവിശേഷം തടയാൻ ഈ ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. അത്തരം പ്രതികൾ ഉയർന്നു വരണം. ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ കാര്യം ഗൗരവപൂർവ്വം കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. നെടുങ്കണ്ടം തേവാരംമെട്ട് പ്രദേശത്താണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ചിടുന്നത് അപകടങ്ങൾക്കും ഇടയാക്കും. നെടുങ്കണ്ടം ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് മാലിന്യ കൂമ്പാരമായിരിക്കുന്നത്. ഇരു പഞ്ചായത്തുകളും സ്ഥാപിച്ച ബോർഡുകളും ഇവിടെയുണ്ട്. മാലിന്യം നിക്ഷേപിക്കരുതെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകളുടെ സമീപവും മാലിന്യ കൂമ്പാരമാണ്. പച്ചക്കറി വേസ്റ്റുകളും ഏലത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ കുപ്പികളും മദ്യക്കുപ്പികളുമെല്ലാം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. മദ്യക്കുപ്പികൾ പാറയിൽ അടിച്ചു പൊട്ടിച്ച് ചില്ലുകൾ ചിതറിച്ചിടുന്ന പതിവുമുണ്ട്. തമിഴ്നാട്ടിലെ കാർഷിക ഗ്രാമങ്ങളുടെ കാഴ്ചകളടക്കം ലഭിക്കുന്ന തേവാരംമെട്ടിലെത്തുന്ന സഞ്ചാരികൾക്കും മാലിന്യ കൂമ്പാരം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. അപ്പം ഇതിന്റെ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആ ബോർഡുകളുടെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ താഴ്ഭാഗത്തായിട്ടാണ് കംപ്ലീറ്റ് വേസ്റ്റുകളും കൊണ്ട് എല്ലാവരും നിക്ഷേപിക്കുന്നത്. അപ്പം ഈ മഴക്കാലമൊക്കെയാണ് വരുന്നത്. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് കളക്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ വരുന്ന പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഒന്നാമത്തെ കാര്യം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഇപ്പൊ പെരുകുന്ന ഒരു സാഹചര്യമാണ്. കൊതുക് പെരുകുകയാണ്. അപ്പം അധികാരികൾ എത്രയും പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങളിത് പെടുത്തുകയാണ്. മാലിന്യ നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് CCTV സ്ഥാപിക്കണമെന്ന് മുൻപ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല. കട്ടപ്പന വെള്ളയാങ്കുടി കാണക്കാലിപ്പടിയിൽ വാഹനാപകടം. കട്ടപ്പന ഭാഗത്തു നിന്നും വാഴവര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയെ കാർ മറികടക്കുന്നതിനിടയിൽ എതിരെ വന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടു. കാർ യാത്രക്കാർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റു. ഇവരെ കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കട്ടപ്പന ഇടുക്കിക്കവല ഭാഗത്ത് ദേശീയപാത കയ്യേറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. റോഡിലേക്ക് ഇറക്കി നിർമ്മാണം നടത്തിയതുമൂലം ഇവിടെ ഗതാഗത തടസ്സവും രൂക്ഷമാണ്. കട്ടപ്പന ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തോട് ചേർന്നാണ് ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത്. ഇതിനെതിരെ ജില്ലാ കളക്ടർ, ദേശീയപാത അതോറിറ്റി, നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏത് ചെറിയ ടൗണുകളിൽ പോയാലും കെട്ടോട് രംഗത്തുള്ള തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ കേരളത്തിലെ ഏത് ടൗണിൽ ചെന്നാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പൊതുജനങ്ങൾക്കോ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, വാഹന ഗതാഗതത്തിന് യാതൊരു തടസ്സവുമില്ലാതെ, പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസരത്തിൽ വെയിൽ കൊള്ളാതെയും മഴ നനയാതെയും കയറിയിരിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ ഷെഡ് പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ അദ്ദേഹം ഒരു ഹർജി ഫയൽ. തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാൽ നിയമലംഘനമാണ്. ഈ നിയമലംഘനം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും NHന് പരാതി കൊടുത്തിട്ടുണ്ട്. അവര് നിയമപരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാം കോടതിയിൽ പോകാൻ വേണ്ടി ഇവിടെ HMDയും അതുപോലെ തന്നെ ഞങ്ങൾ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ട്, തൊഴിലാളികളുണ്ട്, എല്ലാവരും അത് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ അനുമതിയില്ലാതെ പണിതിട്ടുള്ള ഈ ആന്റിക് നിർമ്മാണം അത് പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇടുക്കിക്കവല തൊഴിലാളികൾ ഒന്നടങ്കം
ഇവിടെ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ദേശീയപാതയുടെ വശത്തെ 3 കലുങ്കുകൾക്ക് മുകളിലായാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇവിടെ നിലയിൽ എപ്പോഴും വാഹന ബ്ലോക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാഹന ബ്ലോക്ക് ഉണ്ടായിരിക്കുന്ന കാരണം ഇതിലെ പല രീതിയിൽ ഒരു ആംബുലൻസ് കൊണ്ട് പോകാൻ പോലും പറ്റത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതേ രീതിയിലുള്ള ഒരു ബ്ലോക്കുള്ള സ്ഥലമാണിത്. ഇത് ബൈപ്പാസിലേക്ക് തിരിയുന്നതും അതേ രീതിയിൽ നിലവിൽ കുമളി റൂട്ടിൽ പോകുന്നതും ഇടുക്കി റൂട്ടിൽ പോകുന്നതും എല്ലാം ഈ വഴിയിൽ ഈ ഒരു ഭാഗത്താണ്. ഈ ഭാഗം ട്രാഫിക് ബ്ലോക്കായി കഴിഞ്ഞാൽ ഉള്ള അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അമിതമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് കാരണം ബഹുമാനപ്പെട്ട കളക്ടറും എല്ലാം ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടർക്കെല്ലാം പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഈ പരാതി പരിഗണിച്ച് ഈ അനധികൃത നിർമ്മാണം എത്രയും വേഗം പൊളിച്ചു കളയുകയും അതുപോലെ തന്നെ ഇവിടെ നിലവിൽ ഒരു കലുങ്കുണ്ട്. ആ കലുങ്ക് അതായത് 10-50 വർഷത്തിന് മുമ്പുള്ള കലുങ്കാണ്. ആ കലുങ്ക് വരെ ഇപ്പം മൂടിയാണ് നിലവിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച മത്സ്യവ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായും ആരോപണമുണ്ട്. ഈ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബിൽഡിംഗ് അതൊരു മീൻകടയ്ക്ക് കൊടുത്തിരിക്കുക. മാത്രമല്ല ഈ ബിൽഡിംഗ് ഇവിടെ വർഷങ്ങളായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഒഴുക്ക് ചാനലുണ്ട്. അതിന്റെ മുകളിലൂടെ ആണ് ഈ അനധികൃതമായി ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒഴുക്ക് ചാനല് അടച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ മീൻകടയിൽ നിന്നും ഒഴുകി വരുന്ന വേസ്റ്റ് വെള്ളം, അഴുകിയ മീനും അതുപോലെ തന്നെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഇവിടെ ഈ മീൻ കൊണ്ട് ആഴ്ചകളോളം വെച്ചിട്ട് ആ മീനാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ മീൻ കഴുകിയ വെള്ളം ഈ ഒഴുക്ക് ചാനലിലൂടെ വീഴുകയാണ്. അത് ബഹുമാനപ്പെട്ട HMDയുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് ചെന്ന് വീഴുന്നത് ഈ വെള്ളം ചെന്ന് വീഴുന്നത് കട്ടപ്പന ആറ്റിലാണ്. ഈ കട്ടപ്പന ആറ് എന്ന് പറയുന്നത് നിരവധി ആളുകൾ അവിടെ തുണി കഴുകുകയും കുളിക്കാനും ഉപയോഗിക്കുന്ന ഒരാറ്. ആ ആറ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മുൻപും ഇയാൾ പുറമ്പോക്ക് കയ്യേറി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭ പൊളിച്ചു നീക്കിയിരുന്നു. 50ഓളം വർഷങ്ങളായുള്ള റോഡിന് കുറുകെയുള്ള കലുങ്ക് അടച്ചതായും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു. മലയോര ഹൈവേയുടെ വികസനത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാടിനെതിരെ കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ കേരള വ്യാപാരി വ്യവസായി സമിതി ധർണ സംഘടിപ്പിച്ചു. സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സാജൻ കുന്നേൽ സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 40 വർഷമായി കാഞ്ചിയാർ പള്ളിക്കവലിയിൽ വ്യാപാരം നടത്തുന്ന 10ഓളം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് മലയോര ഹൈവേയുടെ പേരിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നത്. ഇത് ചില വ്യക്തികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും താൽപര്യത്തിനു വേണ്ടി പഞ്ചായത്ത് നടത്തുന്ന ജനദ്രോഹ നടപടിയാണെന്നാണ് ആരോപണം. വ്യാപാരികളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെയാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയത്. കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളിൽ നിന്നുമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടന്നു വരുന്ന സമയത്ത് ഇത്തരത്തിലെ പഞ്ചായത്തിന്റെ നീക്കം അടിയന്തരമായി പിൻവലിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ധർണ ഉദ്ഘാടനം ചെയ്തു. അവിടെ ചെറിയ കച്ചവടം ചെയ്ത് മുറുക്കാൻ കച്ചവടവും പച്ചക്കറി കച്ചവടവും ചായ കച്ചവടവും ചെയ്തുകൊണ്ട് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ഉപജീവന മാർഗത്തിന് വേണ്ടി വ്യാപാരം നടത്തുന്ന വ്യാപാരി സുഹൃത്തുക്കൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കളയുവാൻ എടുക്കുന്ന തീരുമാനം, അവരൊഴിവായി പോകണം എന്ന് പറയുന്ന തീരുമാനത്തിനോടാണ് ഞങ്ങൾ വിയോജിക്കുന്നത്. അതിന്റെ കാരണം ഈ മലയോര ഹൈവേക്ക് വേണ്ടി ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്രമാത്രം സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാർക്ക് ചെയ്തു കൊടുത്തു. ആ മാർക്ക് ചെയ്ത സ്ഥലം അവരുടെ സ്വന്തം ചെലവിൽ തന്നെ പൊളിച്ച് ഹൈവേക്കും ഐറിഷ് റോഡയ്ക്കും ആവശ്യമായി ഈ മലയോര ഹൈവേയുടെ ആവശ്യത്തിനായ സ്ഥലം വിട്ടുകൊടുത്തവരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. മറിച്ച് മലയോര ഹൈവേയുടെ ആവശ്യത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ ആ പുരോഗമനത്തിന് വേണ്ടി തടസ്സം നിൽക്കുവാനുള്ള ഒരു ചിന്താഗതിയോ നടപടിയോ അല്ല വ്യാപാരി വ്യവസായി സമിതി എടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറുതോണി അങ്ങാടിയിലുള്ള ആളാണ്. അവിടെ നിങ്ങൾക്കറിയാം, എല്ലാവരും അതിനെ സഞ്ചരിച്ചിട്ടുണ്ടാവും. ചെറുതോണിയിലെ പുതിയ പാലം അതിന്റെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ ഏതാണ്ട് 31ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതെ പോകുമെന്നുള്ള സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കി. അവിടെ ബഹുമാന്യനായ ജില്ലാ കളക്ടറെയും ഇടുക്കി MPയെയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും എല്ലാം കണ്ട് സംസാരിച്ച് കളക്ടറുടെ ചേംബറിൽ ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥാപനം പോലും ചെറുതോണി അങ്ങാടിയിൽ
35 കോടി രൂപ മുടക്കിയ പാലത്തിന്റെ പേരിൽ നഷ്ടപ്പെടുവാൻ ഞങ്ങൾ അനുവദിച്ചില്ല. അതിനുള്ള സാഹചര്യം അധികാരികൾ ഉണ്ടാക്കിയില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഇവിടെ ഉന്നയിക്കുകയും ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യും. വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി മജീഷ് ജേക്കബ്, ജില്ലാ ട്രഷറർ നൌഷാദ് ആലുമൂട്ടിൽ, ജോയിന്റ് സെക്രട്ടറി അനൂപ് മറയൂർ, ബാബൂസ് കറിയ അഞ്ചാനി, അഭിലാഷ് മാത്യു, ധനീഷ് കുമാർ, VA അൻസാരി, ഷിജു തനിമ, O ഷിജു, കുഞ്ഞുമോൻ, കൃഷ്ണൻകുട്ടി ശ്രീനിലയം, TS അനീഷ്, ധന്വന്തരൻ വൈദ്യർ, ജോസ് ഞായർകുളം എന്നിവർ സംസാരിച്ചു. മറയൂർ കാന്തല്ലൂരിൽ കാലിൽ കുരുക്കുമുറുകി പരിക്കേറ്റ പിടിയാന ചെരിഞ്ഞു. ചികിത്സ നൽകി പിടിയാനയെ രക്ഷിക്കുവാൻ വനംവകുപ്പ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. കഴിഞ്ഞ മാസം 26-നാണ് ഇടതുകാലിൽ പ്ലാസ്റ്റിക് കയർ കുരുങ്ങി മുറിവേറ്റ നിലയിൽ 20 വയസ്സ് പ്രായമുള്ള പിടിയാനയെ കാന്തല്ലൂർ വെട്ടുകാട് ഭാഗത്ത് കണ്ടെത്തിയത്. ഇവിടെ നിന്നും തുരത്തി പെരടിപ്പള്ളത്തെ സുരക്ഷിത സ്ഥലത്തേക്ക് പിടിയാനയെ എത്തിച്ചു. 27-ന് കുരുക്കഴിച്ച് ചികിത്സ നൽകുവാൻ മയക്കുവെടി വയ്ക്കുവാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മെയ് 28-ന് പുലർച്ചെ പിടിയാനയെ മയക്കുവെടി വെച്ചു. പിന്നീട് കാലിലെ കുരുക്കഴിച്ച് ചികിത്സ നൽകി. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ചന്ദ്രമണ്ഡലം ഭാഗത്ത് കിടപ്പിലായ പിടിയാനയെ രക്ഷിക്കുവാൻ ഡോക്ടർമാർ വീണ്ടും ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ആനയെ നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. മുമ്പ് സ്കൂളിന്റെ പ്രവേശന കവാടത്തിന് സമീപമുണ്ടായിരുന്ന ലൈറ്റ് നീക്കം ചെയ്തിരുന്നു. രാത്രി ഈ പ്രദേശമാകെ കൂരാക്കൂരിട്ടിൽ മുങ്ങുന്ന സാഹചര്യത്തിലാണ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അടിമാലി ടൗണിൽ ദേശീയ പാതയോരത്തോട് ചേർന്നാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. ഈ ഭാഗത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച പ്രദേശം പ്രകാശപൂരിതമാക്കണമെന്നാണ് ആവശ്യം. മുമ്പ് സ്കൂളിന്റെ പ്രവേശന കവാടത്തിന് സമീപം മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചിരുന്നു. പിന്നീട് ഇത് നീക്കം ചെയ്തു. രാത്രി ഈ പ്രദേശമാകെ കൂരാക്കൂരിട്ടിൽ മുങ്ങുന്ന സാഹചര്യത്തിലാണ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. രാത്രി കാലങ്ങളിൽ നല്ല ഇരുട്ടാണ് നമ്മുടെ ഈ പരിസരത്തുള്ളത്. അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പഞ്ചായത്തിൻ്റെ വക ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അത് നിലവിൽ ഇപ്പോഴില്ല. അത് പുനഃസ്ഥാപിച്ച ഒരു ലൈറ്റ്, രാത്രികാലങ്ങളിൽ ഒരു ലൈറ്റിൻ്റെ സംവിധാനം നമ്മുടെ സ്കൂൾ പരിസരത്തുണ്ടെങ്കിൽ ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട്. ടൗണിൽ തിരക്കൊഴിയുന്നതോടെ വിജനമാകുന്ന പ്രദേശം കൂടിയാണ് സർക്കാർ ഹൈസ്കൂൾ പരിസരം. സ്കൂളിന് മുൻഭാഗത്ത് ദേശീയപാതയോരത്ത് ഭക്ഷണ മാലിന്യം തള്ളുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പരാതി ഉയർന്നിരുന്നു. പ്രദേശത്തെ ഇരുട്ട് മറയാക്കിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇടുക്കി ജില്ലാ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കായി നീന്തൽ പരിശീലനം നടന്നു. കാഞ്ചാർ സ്വരാജ് സയൻസ് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആഭിമുഖ്യത്തിലാണ് പെരിയോൻകവല ഷൈൻ സ്റ്റാർ അക്കാദമിയിൽ വെച്ച് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളുടെ കീഴിൽ വരുന്ന ഡിഫൻസ് അംഗങ്ങളെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം സയൻസ് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ നിർവഹിച്ചു. ഈ ഡിഫൻസിൽ വേണ്ടി വോളണ്ടിയേഴ്സായിട്ട് എല്ലാ തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായിട്ട് നമ്മളുടെ ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും അങ്ങേയറ്റം അഭിനന്ദിക്കാനും അനുമോദിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം, അല്ലേ? ഇവരെല്ലാവരും വളരെയധികം സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സ്റ്റേഷൻ തലത്തിലും 3 രീതിയിൽ പരിശീലനം അഭ്യസിച്ച ഡിഫൻസ് പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് സിവിൽ ഡിഫൻസ് എന്ന പേരിൽ ഓൾ ഇന്ത്യ സേനയെ ഫയർഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചിരിക്കുന്നതിനാൽ പ്രളയം, വെള്ളപ്പൊക്കം പോലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിനെയും പൊതുജനങ്ങളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിശീലനങ്ങൾ നൽകുന്നതെന്ന് കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ T. യേശുദാസ് പറഞ്ഞു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു ഓൾ ഇന്ത്യ സേന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സ്റ്റേഷൻ തലത്തിലും 3 ലെവൽ പരിശീലനം കൊടുത്തിട്ടാണ് അവരെ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾക്കും മറ്റ് ഈ സേനയുടെ പ്രവർത്തനങ്ങളുടെയും സഹകരിക്കാനായിട്ട് അവരെ കൂട്ടുകൂടുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് നീന്തൽ അറിയാമെന്നുള്ള ഒത്തിരി പേരുണ്ട്. നീന്തൽ പരിശീലനം കിട്ടാത്തവർക്ക് നമ്മൾ ഇന്ന് ഈ ഇടുക്കി ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് നീന്തൽ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഇന്നിവിടെ പരിശീലനം ആരംഭിക്കുകയും ചെയ്യുകയാണ്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളുടെ കീഴിൽ വരുന്ന ഡിഫൻസ് അംഗങ്ങളായ വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പരിശീലനം നൽകുന്നത്. ലൈഫ് ജാക്കറ്റ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ്
പരിശീലനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ഓഫീസർ അഖിൽ സി, റീജിയണൽ ഫയർ ഓഫീസർ സുജിത് കുമാർ, ജില്ലാ ഫയർ ഓഫീസർ ഷിനോയ് KR, ഷൈൻ അക്കാദമി ഭാരവാഹികൾ, ഡിഫൻസ് അംഗങ്ങൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ദേശീയ ഹരിതസേനയുടെ ഇടുക്കി ജില്ലയിലെ 2024-25 വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾക്ക് തുടക്കമായി. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ജില്ലാതല പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ 2024-25 വർഷത്തെ പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾക്കാണ് തുടക്കമായത്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഹൈസ്കൂൾ വിഭാഗത്തിലെ NGC കോർഡിനേറ്റർ സിന്ധു മോൾക്ക് ഫലവൃക്ഷത്തൈ നൽകിക്കൊണ്ട് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശാരദാദേവി അധ്യക്ഷയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് NGC ജില്ലാ കോർഡിനേറ്റർ ബാബു സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. ഓരോ സ്കൂളിലും ഫലവൃക്ഷ ഉദ്യാനം നിർമ്മിക്കുവാനും അതുവഴി പ്രകൃതിബന്ധിത പഠന പരിപാടി ആവിഷ്കരിക്കുവാനും NGC തീരുമാനമെടുത്തു. ഇതിന്റെ ഭാഗമായി ചെമ്പകപ്പാറ ബെൽമൗണ്ട് സ്കൂളിൽ ഓരോ ക്ലാസ്സിലും ഓരോ ഫലവൃക്ഷ ഉദ്യാനം നിർമ്മിക്കുന്നതിന് പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇടുക്കിയിലെ സാധിക്കുന്ന മറ്റു വിദ്യാലയങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഈ ലോകത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഒരു കൈത്താങ്ങാകേണ്ട അവസരം നമുക്ക് വന്നിരിക്കുന്നു. ഈ ഭൂമി അത്രയും വിലപിക്കുകയാണ്. വളരെ വിഷമാവസ്ഥയിൽ ഭൂമി ആവുകയാണ്. നമ്മൾ ഓരോന്നോരോന്ന് കേൾക്കുന്നു. അപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പ് പോലും മാറ്റേണ്ട സാഹചര്യം വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ജലത്തിൻ്റെയും അതുപോലെ തന്നെ മരങ്ങളുടെയും മനുഷ്യൻ്റെയും എല്ലാം മനസ്സ് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുവരേണ്ട അവസരം വന്നിരിക്കുന്നു. അപ്പോൾ ഈ പരിസ്ഥിതി ആഗോളതലത്തിൽ ഈ ദിനാചരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭൂമി പറയുകയാണ്, ഞാൻ മടുത്തു, എന്നെ നിങ്ങൾ ഒന്ന് രക്ഷിക്കൂ, ആ സംരക്ഷണത്തിനായി നിങ്ങളൊന്ന് കടന്നു വരൂ, നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കരുതേ, നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തേക്ക് വിടാൻ അനുവദിക്കരുതേ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ആ തരത്തിലേക്ക് വരാനായി ഈ ഒരു ദിവസം എല്ലാവർക്കും ഒരു ബോധ്യമുണ്ടാവട്ടെ. കോർഡിനേറ്റർ ബിൻസൺ ജോസഫ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം മുണ്ടിയരുമ അസംഷൻ ദേവാലയ ഓഡിറ്റോറിയത്തിൽ ഇൻഫാമിന്റെ നേതൃത്വത്തിൽ വൃക്ഷോത്സവം സംഘടിപ്പിച്ചു. ഇൻഫാം മാർക്കറ്റിംഗ് സെൽ ഡയറക്ടർ ഫാദർ ജെയിംസ് വെൺമാന്തറ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ടിനു കിഴക്കിയിൽ അധ്യക്ഷനായിരുന്നു. ഇൻഫാം കാഞ്ഞിരപ്പള്ളി ജില്ലാ പ്രതിനിധി സെബാസ്റ്റ്യൻ മുക്കുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി സംരക്ഷണം ജനകേന്ദ്രീകൃതമായി നിർവചിക്കണമെന്ന വിഷയത്തിൽ മുണ്ടിയരുമ ഇൻഫാം താലൂക്ക് പ്രസിഡന്റും റിട്ടയർഡ് കൃഷി ഓഫീസറുമായ ജോർജ് മുല്ലൂർ ക്ലാസുകൾ നയിച്ചു. സെമിനാറിന് ശേഷം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിഗ്നേച്ചർ ക്യാമ്പയിനും നടത്തി. ഈ ലോ റേഞ്ച് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ടൗണിൽ ജീവിക്കുന്ന ആളുകൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ആവാസ വ്യവസ്ഥ അവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. ശരിക്കും മലയോരങ്ങളിൽ താമസിക്കുന്ന കർഷകർ മണ്ണിനോട് മണ്ണടിച്ച് ജീവിക്കുമ്പോൾ അവർ പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ജീവിക്കാനായിട്ടാണ് പരിശ്രമിക്കുന്നത്. പ്രകൃതിയെ ഉപദ്രവിക്കാനായിട്ട് ഒരു കർഷകനും പരിശ്രമിക്കുന്നില്ല. യാഥാർത്ഥ്യം അതാണ്. അവൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു, മറ്റു രീതിയിലുള്ള പച്ചപ്പുകളെ സംരക്ഷിക്കാനായിട്ട് അവൻ എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ഭൂമിയെ തരിശു ഭൂമിയാക്കി മാറ്റാനായിട്ട് അവൻ ഒരിക്കലും പരിശ്രമിക്കാറില്ല. അതുകൊണ്ട് ഓരോ കർഷകനും അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കൃഷി നടത്തിക്കൊണ്ട് ഭൂമിയെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ട് ആ ഭൂമിയിൽ വിളവെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൃഷി ചെയ്തുകൊണ്ട് അവന് ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥ ഇവിടെ രൂപപ്പെടുത്താനായിട്ടാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സംശയമില്ല. സിബി ജോൺ കാഞ്ഞിരത്തിങ്കൽ, ഡിക്കൻ മനേഷ്, വർക്കിച്ചൻ പുത്തൻപുരയ്ക്കൽ, ലിസി തോമസ് എന്നിവർ സംസാരിച്ചു. 10 ഗ്രാമസമിതികളിൽ നിന്നുള്ള 80 അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇൻഫാമിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ മേരികുളത്ത് പരിസ്ഥിതി ദിനാചരണവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന കാർഷിക താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ മേരികുളം മരിയൻ സെന്ററിൽ വെച്ച് വിവിധ പരിപാടികൾ നടന്നത്. വൃക്ഷത്തൈ വിതരണം, സിഗ്നേച്ചർ ക്യാമ്പയിൻ, ആഗോള താപനത്തിനെതിരെ വീടുകളിൽ അല്പസമയം ലൈറ്റ് അണയ്ക്കൽ, സെമിനാർ തുടങ്ങിയവയാണ് പരിപാടിയിൽ നടന്നത്. ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതെപ്പോഴെല്ലാം നമുക്ക് നഷ്ടമാകുന്നുവോ അപ്പോഴെല്ലാം അതിന്റെ ഭവിഷ്യത്തുകള് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെ ബോധവാന്മാരായിരിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു ബോധ്യത്തിൽ ഓരോ ദിവസവും
പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഒരു ദിവസമാണ്, ഒരു ദിനമാണ് ഈ പരിസ്ഥിതി ദിനം. പരിപാടിയിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കർഷകർ പങ്കെടുത്തു. ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്ക് പ്രസിഡന്റ് പി ബേബി, സെക്രട്ടറി സാജൻ കല്ലിടുക്കിയിൽ, മേരികുളം ഗ്രാമസമിതി പ്രസിഡന്റ് കെ ജോൺ, താലൂക്ക് നോമിനി ബാബു തോമസ്, ജോസഫ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. ഇൻഫാമിന്റെ 11 ഗ്രാമസമിതികളിൽ നിന്നായി 250ഓളം കർഷക പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കാഞ്ചാർ കോഴിമല വനം സംരക്ഷണ സമിതിയുടെയും മുരിക്കാട്ടുകുടി ഗവൺമെന്റ് സ്കൂളിലെ സോഷ്യൽ സർവീസ് ടീമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. അരുൾ സെൽവം IFS പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ചാർ കോഴിമല വനസംരക്ഷണ സമിതിയുടെയും മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു. അരുൾ സെൽവം IFS പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിലും പോസ്റ്റർ രചനയിലും 1ാം സ്ഥാനം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസർ അരുൺകുമാർ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നയിച്ചു. നമ്മൾ ഈ വനത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ ചുറ്റുപാടിനെ കൂടെ സംരക്ഷിക്കണം. നമ്മൾ പ്ലാസ്റ്റിക് ഇടാതെ, വെള്ളമൊന്നും നമ്മൾ മോശമാക്കാതെ, ഒരുപാട് നമ്മൾ തീ കത്തിച്ച് പ്ലാസ്റ്റിക്കും മറ്റുമൊന്നും കത്തിച്ച് നമ്മുടെ അന്തരീക്ഷം മലിനമാക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു സന്ദേശമാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നടീലും നടന്നു. VSS പ്രസിഡന്റ് ജെയ്മോൻ അഴകംപറമ്പിൽ, സെക്രട്ടറി സജീവ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണ, ഹെഡ്മാസ്റ്റർ സുനു പ്രവീൺ, സോഷ്യൽ സർവീസ് സ്കീം ഇൻചാർജ് ബിജി, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉടുമ്പൻചോല ഗവൺമെന്റ് തമിഴ് മീഡിയം UP സ്കൂളിൽ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം നടന്നു. ഉടുമ്പൻചോല MLA MO മണി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, സാമ്പത്തിക സഹായം തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നിരവധി നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോമും പഠനോപകരണങ്ങളും വിതരണം ചെയ്തിരുന്നു. വിദ്യാഭ്യാസ സഹായങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ വർഷവും സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഉടുമ്പൻചോല ഗവൺമെന്റ് തമിഴ് മീഡിയം UP സ്കൂളിൽ നടന്ന പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം MLA MM മണി നിർവഹിച്ചു. ആ സംഘടനയാണ് ആ സംഘടന ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ആത്മമായി സ്വാഗതം ചെയ്യാനും അവരെ അഭിനന്ദിക്കാനും പഠനോപകരണം നടത്തുക, കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ മഹത്തായ കാര്യമല്ല, വലിയ കാര്യമാണ്. കാരണം സ്വന്തം നിലയിൽ പാഠപുസ്തകങ്ങൾ വാങ്ങി മറ്റ് പഠനോപകരണങ്ങൾ വാങ്ങി പഠിക്കാൻ കഴിയാത്ത കുട്ടികൾ ഒരുപാട് കോടിക്കണക്കിനുണ്ട്. ലക്ഷക്കണക്കിന് കേരളത്തിലുമുണ്ട്. ഉടുമ്പൻചോല ഈ പ്രദേശത്ത് നിശ്ചയമായും കുറേയധികം ആളുകളാണ്. തൊഴിലാളികളുടെ കുട്ടികളും എല്ലാമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോ അവർക്ക് കൈത്താങ്ങം നൽകാനുള്ള തീരുമാനം തികച്ചും ഉചിതവും അങ്ങേയറ്റത്തെ മനുഷ്യസ്നേഹപരവുമാണെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. NFPR ദേശീയ ചെയർമാൻ സോണി ജോബ്, ദേശീയ സെക്രട്ടറി തസ്മി നിഷാദ്, സംസ്ഥാന പ്രസിഡന്റ് അനാർക്കലി ഉണ്ണി, ജില്ലാ പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി, ജില്ലാ ജനറൽ സെക്രട്ടറി KM ജോണി, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജികുമാർ, പ്രധാനാധ്യാപകൻ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ 32-ാം വാർഡ് കല്യാണത്തണ്ട് ADS നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ADS പ്രസിഡന്റ് ഷാലി ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ കൗൺസിലർ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ പ്രവേശനോത്സവവും പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനാചരണവും പ്രവേശനോത്സവവും ഏറെ പുതുമകളോടെയാണ് ഇത്തവണ മാട്ടുക്കട്ട ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിൽ നടന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തി. രക്ഷിതാക്കൾക്ക് വൃക്ഷത്തൈകൾ നൽകുകയും LKG UKG ക്ലാസുകളിലെ കുരുന്നുകൾ ഗ്രോബാഗുകളിൽ മണ്ണ് നിറച്ച് വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. കൂടാതെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച ക്ലാസുകളും നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
രാജകുമാരി മുരിക്കുംതൊട്ടി മാർ മാത്യൂസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും നേതൃത്വത്തിൽ ആഘോഷമായ വരവേൽപ്പാണ് കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത്. 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവമാണ് ആഘോഷമായ ചടങ്ങുകളുടെ സ്കൂൾ അങ്കണത്തിൽ നടന്നത്. LKG, 1ാം ക്ലാസ് എന്നിവിടങ്ങളിലേക്കുള്ള നവാഗതരായ കുഞ്ഞുങ്ങൾക്കാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്വീകരണം നൽകിയത്. വിദ്യാലയം അലങ്കരിച്ച് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഉറങ്ങിക്കിടന്ന സ്കൂളിനെ ഉണർത്തേണ്ട ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയ കൂട്ടുകാർക്കുള്ളത്. നിങ്ങളുടെ കളിയും ചിരിയും പഠനവും നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ സ്കൂളും പരിസരവും ക്ലാസ് മുറികളെല്ലാം മനോഹരമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും കഴിവുകൾ വ്യത്യസ്തങ്ങളാണ്. ചിലർ പഠനത്തിൽ മികവ് പുലർത്തുന്നു, ചിലർ സംഗീതത്തിൽ മികവ് പുലർത്തുന്നു, ചിലർ സ്പോർട്സിൽ മികവ് പുലർത്തുന്നു. നമ്മുടെ കുട്ടികളെ ഒരിക്കൽ പോലും മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. നീ ആ കുട്ടിയെ ആ ക്ലാസ്സിൽ ആ കുട്ടിയാണല്ലോ ഫസ്റ്റ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ വിഷയത്തിനും കൂടുതൽ ഫുൾ മാർക്കുണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ഒരു നെഗറ്റീവ് എനർജി ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. നമ്മുടെ കുട്ടികളെ അവരുടെ കഴിവുകളും അവരുടെ അഭിരുചികളും തിരിച്ചറിഞ്ഞ് അവരെ ഉള്ള കഴിവുകൾ ഉണർത്തുന്നതിനായിട്ടുള്ള അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ മാതാപിതാക്കൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നവാഗതരായ വിദ്യാർത്ഥികളെ കിരീടമണിയിച്ചും മധുരം നൽകിയും സ്വീകരിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ് റോസ് SH, PTA പ്രസിഡന്റ് ബിനോ പൂക്കളത്ത്, പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസ്സി SH, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഉപ്പുതറ കണ്ണമ്പടി സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിൽ ഒഴിവുള്ള HST ഹിന്ദി അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പനയിൽ പ്രവർത്തനയോഗ്യമല്ലാത്ത അങ്കണവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. നഗരസഭാ പരിധിയിൽ ഇപ്പോഴും 6 അങ്കണവാടികൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പന നഗരസഭാ പരിധിയിലെ പല അങ്കണവാടികളും ശോചനീയാവസ്ഥയിലാണ്. നഗരസഭാ പരിധിയിൽ 48 അങ്കണവാടികളാണ് ഉള്ളത്. ഇതിൽ 13 കെട്ടിടം പ്രവർത്തനയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം 6 അങ്കണവാടികൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും വലിയകണ്ടത്ത് പ്രവർത്തിക്കുന്ന സെന്റർ നമ്പർ 90, അതേപോലെ കല്യാണത്തണ്ട്, ഈ 2 അംഗൻവാടികൾ ഇപ്പോൾ 4 വർഷക്കാലമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കല്യാണത്തണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വാടക കെട്ടിടത്തിൽ നിന്ന് ഇപ്പോൾ മാറി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. അവിടുത്തെ അംഗൻവാടി ടീച്ചർ ഞങ്ങൾ 10,000 മുടക്കി സ്വന്തം കിട്ടുന്ന ആകപ്പാടെ ഞങ്ങൾക്ക് 15,000 രൂപയാണ് ഓണറേറിയം കിട്ടുന്നത്. അതിൽ നിന്ന് 10,000 രൂപ മുടക്കി ഷീറ്റിട്ട കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അംഗൻവാടി. അപ്പോൾ അത് ശരിക്കും അത് സീലിംഗ് നടത്തിയാണ് അവിടെ അംഗൻവാടി ഇപ്പം തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ആ അംഗൻവാടിയിൽ നിന്നും മാറിക്കൊടുക്കണം. അപ്പം ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിക്കാൻ ഒരു സ്ഥലമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നഗരസഭയുടെ അങ്കണവാടി കെട്ടിട നിർമ്മാണ മുൻഗണനാ പട്ടികയിൽ നിന്ന് കല്യാണത്തണ്ടിന്റെ ഉൾപ്പെടെയുള്ള അങ്കണവാടികളെ ഒഴിവാക്കിയതിനെതിരെ മുൻപ് പ്രതിഷേധവും ശക്തമായിരുന്നു. എന്നാൽ നാളിതുവരെയായും വിഷയത്തിൽ പൂർണ്ണ പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇതോടെ പല അങ്കണവാടികളും വാടകയ്ക്ക് മാറിയതോടെ പഴയ കെട്ടിടങ്ങൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറി. അങ്കണവാടികളുടെ പ്രവർത്തനം മറ്റ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് പഠനം നടത്താനെത്താൻ. ഒപ്പം ഗർഭിണികൾ അടക്കമുള്ളവർക്കും വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത്.
നിരവധി കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന അംഗൻവാടി ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെ വേണം കുട്ടികൾക്ക് അവിടെ പോയി പഠിക്കാൻ. കുട്ടികളിൽ നിന്നും 1500-ലധികം ഓട്ടോ ചാർജ് അവർക്ക് ചിലവാകുന്നുണ്ട് ഇതിനായി. ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഏറ്റവും അടുത്ത അംഗൻവാടിയായിരുന്നു. ഇപ്പം ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ഇപ്പോൾ അംഗൻവാടിയിൽ പഠിക്കണമെങ്കിൽ 1.5 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ഇന്ന് ഈ അംഗൻവാടി സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ICDS സൂപ്പർവൈസർ കൊടുത്ത പട്ടിക അനുസരിച്ച് മുൻഗണനയുള്ള അംഗൻവാടികളാണിത്. പക്ഷേ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ഭരണപക്ഷ കൗൺസിലർമാർ തങ്ങളുടെ വാർഡിലെ അംഗൻവാടികൾക്കാണ് ഫണ്ട് നൽകുന്നതിന് മുൻഗണന നൽകിയിരിക്കുന്നത്. ഇത്തരം അംഗൻവാടികൾക്ക് കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയാത്ത പക്ഷം DYFI ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. വാടക കെട്ടിടങ്ങളിലേക്ക് മാറിയ അങ്കണവാടികളിൽ നിന്ന് ഒഴിയണമെന്ന് ചില ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. അങ്കണവാടി ജീവനക്കാർക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. നഗരസഭ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്ത സാഹചര്യം തുടർന്നാൽ ഇടതുപക്ഷ യുവജന സംഘടനകളടക്കം പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. RNS സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 178, വിൽപ്പനയ്ക്ക് വന്നത് 47,412, വിൽപ്പന നടന്നത് 45,430. കൂടിയ വില 2,694, ശരാശരി വില 2,456. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 625 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 145, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,730 രൂപ, വെള്ളി 93. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയം ഭരണവിരുദ്ധ വികാരവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള തിരിച്ചടിയുമെന്ന് കർഷക സംഘടനാ പ്രതിനിധികൾ. വനം റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് തയ്യാറായില്ലെങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ആവർത്തിക്കുമെന്ന് കർഷക സംഘടനാ പ്രതിനിധി റസാഖ് ചൂരവേലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന പ്രവണതയിൽ നിന്നും വനം വകുപ്പ് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഉത്തരവ് മറികടക്കാൻ വനം വകുപ്പ് ശ്രമം നടത്തിയാൽ അതിനെതിരെ ജില്ലയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അതിജീവന പോരാട്ടവേദി നേതൃത്വം. അധ്യയന വർഷം ആരംഭിച്ചിട്ടും കട്ടപ്പനയിൽ പ്രവർത്തനയോഗ്യമല്ലാത്ത അംഗനവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. നഗരസഭാ പരിധിയിൽ ഇപ്പോഴും 6 അംഗനവാടികൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. കേരള തമിഴ്നാട് അതിർത്തി മേഖലയിൽ മാലിന്യ നിക്ഷേപം പതിവാകുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് നെടുങ്കണ്ടം തേവാരംമെട്ട് പ്രദേശത്ത്. വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖലയിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ചിടുന്നത് അപകടങ്ങൾക്കുമിടയാക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.